കടുപ്പത്തിലൊരു കഥയിൽ നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര തുടങ്ങിയിട്ട് ഇത് 13ാമത്തെ സെഗ്മെൻ്റാണ്. ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഇത് സാധ്യമായത് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. കഥയ്ക്ക് പകരം ഇന്ന് നമുക്കൊരു യാത്ര പോയി വന്നാലോ? ഗേൾസ് ആൻഡ് ബോയ്സ് ഒക്കെ ഒപ്പം വരുമല്ലോ. നിർമ്മലമായ ഒരു സ്പർശം പോലെ, മാധുര്യമൂറുന്ന ചില ഗാനശകലങ്ങൾ പോലെ, അറിയും തോറും അനുഭവിക്കും തോറും രുചി ഏറി വരുന്ന ചിലതൊക്കെ ഉണ്ടല്ലോ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ. പ്രകൃതിയിലേക്കും പച്ചപ്പിലേക്കുമുള്ള സഞ്ചാരങ്ങൾ എപ്പോഴും എനിക്കങ്ങനെയാണ് അനുഭവപ്പെടാറുള്ളത്. ചുറ്റും എല്ലാവരും ഉള്ളപ്പോഴും സുഖകരമായ ഒരു നിശബ്ദത പൊതിഞ്ഞു നിൽക്കുന്ന അനുഭവം. എന്നെങ്കിലും ഒരിക്കൽ സാധിക്കണം എന്ന തീവ്രമായ ആഗ്രഹം യാഥാർത്ഥ്യമായ ദിവസങ്ങളായിരുന്നു ഏപ്രിൽ മാസത്തിലെ അവസാന ആഴ്ച എനിക്ക് തന്നത്. ഉള്ളം കൈ പോലെ കാടിനെ അറിയുന്ന, കാട്ടിലെ ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കുന്ന, അതിലൊക്കെ ഉപരിയായി കാട് സ്നേഹിക്കുന്ന അപൂർവമായ വ്യക്തിത്വത്തിനൊപ്പം ഒരു യാത്ര. കഴിഞ്ഞുപോയ ആ ദിവസത്തിലേക്ക് നമുക്കൊരുമിച്ചൊന്ന് പോയി വരാം. നീലഗിരിയുടെ ഉൾപ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ഉള്ളാത്തി എന്ന മനോഹരമായ ഗ്രാമത്തെ തൊട്ടുകൊണ്ടുള്ള ട്രക്കിംഗ്. അതായിരുന്നു വളരെ പെട്ടെന്ന് തീരുമാനിച്ച് നടപ്പാക്കിയ ആ യാത്രയുടെ ഉദ്ദേശം. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഉദകമണ്ഡലം താലൂക്കിലാണ് ഉള്ളാത്തി എന്ന സുന്ദരമായ വനയോര മേഖല. ഊട്ടിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററിലധികം ദൂരം. ഇവിടേക്ക് പോകാൻ പൊതുഗതാഗത മാർഗമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ബസ്സിൽ കയറി ചുറ്റുമിരിക്കുന്നവരെയും ബസ്സിൽ കയറുന്നവരെയും നോക്കിയപ്പോൾ തന്നെ ഉള്ളാത്തി എന്ന സ്ഥലത്തിൻ്റെ സ്പന്ദനം പിടികിട്ടി. തനി തമിഴ് രീതിയിൽ ചേല ചുറ്റി, മുക്കുത്തിയും മുല്ലപ്പൂവും മുറുക്കാനും വലിയ മീശയും ഒക്കെയായിരുന്നു കൂടെ ഇരുന്നിരുന്നവരിലൊക്കെ. ഉറക്കെയുള്ള തമിഴ് പേച്ചും മറ്റൊരു കാലത്തിലെത്തിയ പോലെ. കാട് കാണാനായി അതിയായ ആഗ്രഹത്തോടെ എത്തിയ ഞങ്ങളെ നേർത്ത ഒരു മഴച്ചാറ്റിലൂടെയാണ് പനിനീര് തളിക്കുന്നത് പോലെ ഉള്ളാത്തി സ്വാഗതം ചെയ്തത്. ബസ് ഇറങ്ങുന്നിടത്ത് നിന്ന് മുന്നോട്ടുള്ള കാൽനട യാത്രയിൽ വഴിയരികിലെ ഒരു ചെറിയ മാടക്കടയും ചിട്ടയോടെ ഒരുക്കിയിട്ടിരിക്കുന്ന കൃഷിയിടങ്ങളും ജീവനത്തിൻ്റെ അടയാളങ്ങളായി തെളിഞ്ഞു നിന്നു. കുറച്ചു ദൂരം സാധാരണ റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ മൺപാതയിലേക്കാണ് കടക്കുന്നത്. തളിർത്തു നിൽക്കുന്ന യൂക്കാലിപ്റ്റസ് മരങ്ങൾ, ഒരു പൂക്കാലത്തിൻ്റെ ശേഷിപ്പുകളുമായി കരിഞ്ഞു നിൽക്കുന്ന കുറിഞ്ഞിച്ചെടികൾ, നിറയെ മുള്ളുകളാൽ ആവൃതമായി സമീപമെത്തുന്ന ആരെയും ആലിംഗനം ചെയ്യാൻ കാത്തിരിക്കുന്ന ചെറിയ ചെടികൾ. സ്നേഹത്തോടെയും കൗതുകത്തോടെയും നമ്മൾ ഓരോന്നായി പരിചയപ്പെടുന്നു. കാടിനെ സ്നേഹിക്കാൻ ആർക്കുമാവും. പക്ഷേ കാട് തിരികെ സ്നേഹിക്കണമെങ്കിൽ, കൈ നിറയെ തരണമെങ്കിൽ ഉള്ളിലൊരു സത്യസന്ധത ഉണ്ടാവണം. അത്തരത്തിൽ ഒരാളാണ് എന്നെ നസീർ എന്നത് പരിചയപ്പെട്ട ചുരുക്കം കാലത്തിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. ഇവിടെ അല്പം ഒന്ന് എന്നെ നസീർ എന്ന വനസഞ്ചാരിയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ക്യാമറ കയ്യിലെടുത്ത് തുടങ്ങും മുൻപേ ഒട്ടനവധി യാത്രകൾ ചെയ്ത് കാടിനകം ഉള്ളം കയ്യിൽ എന്ന പോലെ വശമാക്കി ഓരോ ദൃശ്യചാരുതയും മനസ്സിൽ മാത്രം പതിപ്പിച്ചിരുന്ന ആളാണ് നസീർ. യാത്രകളിൽ നിറഞ്ഞ സ്നേഹത്തോടെ കാട് തനിക്കായി കരുതി വയ്ക്കുന്നതൊന്നും നഷ്ടപ്പെടുത്താത്ത ഒരു ജന്മം. കാടിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടല്ല എന്നെ നസീർ എന്ന മനുഷ്യൻ നമുക്കൊപ്പം സഞ്ചരിക്കുന്നത്. ധ്യാനാത്മകമായ മനസ്സോടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളുടെയും താളം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ ലളിതമായി മനസ്സിലാക്കി തരുന്നു. കാട്ടിലും നാട്ടിലും പാലിക്കേണ്ട മര്യാദകൾ, പുസ്തകങ്ങളോടുള്ള പ്രണയം, സംഗീതം എന്ന അഭിനിവേശം, ആയോധന കലകളോടുള്ള അത്യുത്സാഹം. കാട്ടിനുള്ളിൽ അല്ലാത്ത സമയമൊക്കെയും നസീർ നമ്മോട് സംവദിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ നടന്ന മൺപാതയുടെ സ്വഭാവം മാറി തുടങ്ങിയത് കുറേ സമയത്തിന് ശേഷമാണ് മനസ്സിലായത്. ചുറ്റുമുള്ള കിളിയൊച്ചകൾക്ക് കാതോർത്തും സ്വാഭാവിക വേലികൾ പോലെ കണ്ട ഏതൊക്കെയോ കാട്ടുചെടികളുടെ ഭംഗി ആസ്വദിച്ചും നടന്നപ്പോൾ കാൽ കീഴിലെ ഭൂമിയുടെ രീതി മാറിയത് അറിഞ്ഞതേയില്ല. ശരിയായ റോഡല്ലാതെ ആരൊക്കെയോ പുല്ലുകൾക്കിടയിലൂടെ നടന്നുണ്ടാക്കിയ നടപ്പാതയായിരുന്നു മുന്നിൽ.
നമ്മൾ നാട്ടിൽ സാധാരണ കാണുന്ന പൂച്ചെടികളാണെങ്കിൽ പോലും കാട്ടുപ്രദേശങ്ങളിൽ അവയിലെ പൂക്കൾക്ക് വർണ്ണഭംഗി കൂടുതലുണ്ടാവും. ഈ ചുവപ്പിനൊക്കെ ഇത്ര ചുവപ്പോ എന്ന് ചോദിക്കാൻ തോന്നും. പലയിടത്തും യാത്രകൾ പോകുന്ന നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാകും എന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഒരു വേലിപ്പരുത്തിയാണെങ്കിൽ പോലും ചുറ്റുമുള്ള പച്ചപ്പിൽ കാണുമ്പോൾ കണ്ണിനഴകായി അത് വിടർന്നു നിൽക്കും. ഉൾക്കാട്ടിലേക്ക് കയറും മുൻപ് ഒരു അരമണിക്കൂർ വിശ്രമത്തിനായി കാടതിർത്തിയിലുള്ള ഒരു സങ്കേതത്തിൽ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. നാസർ എന്ന കെയർടേക്കർ കട്ടൻ ചായയുമായി അവിടെ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നാസർ ഞങ്ങളെ കണ്ടപ്പോഴേ പറഞ്ഞു തുടങ്ങിയത്, ഇത്ര നേരം നിങ്ങളെ കാത്തു നിന്നിരുന്നു, ഇപ്പോൾ ദാ കഷ്ടിച്ച് ഒരമണിക്കൂർ ആയതേയുള്ളൂ പോയിട്ട് എന്നാണ്. ഈ കാട്ടുപ്രദേശത്ത് ആര് കാത്തു നിൽക്കാൻ എന്ന എൻ്റെ കണ്ണിലെ ചോദ്യം കണ്ടിട്ടാവണം ഒരു ചിരിയോടെ നാസർ പറഞ്ഞത്, 2 ദിവസമായി ഒരു കരിമ്പുലി ഇവിടെ കറങ്ങുന്നുണ്ട്. ദേ ഈ മരക്കൊമ്പിൽ ഇന്ന് രാവിലെ ഇത്ര നേരം വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിയ കൈയുടെ അറ്റത്തേക്ക് നോക്കിയപ്പോഴാണ് നിറയെ ഞാവൽപ്പഴങ്ങളുമായി നിന്ന ആ മരം കണ്ടതും അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന തോന്നൽ വന്നതും. ഉണക്കമുന്തിരിയുടെ വലിപ്പം മാത്രമുള്ള കാട്ടുഞാവൽപ്പഴങ്ങൾ, പഴുത്തു വരുന്നതേയുള്ളൂ. ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന 4-5 പഴങ്ങൾ കൈയെത്തി അടർത്തി തരുമ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നാസർ പറഞ്ഞു, നസീർക്ക കണ്ട വഴക്കു പറയും. കാട്ടിൽ നിന്നും ഒരു ചുള്ളിക്കമ്പ് പോലും എടുത്തുകൊണ്ട് വരരുതെന്നും കാട്ടിലേക്ക് ഒന്നും ഇട്ടിട്ട് പോരുകയും ചെയ്യരുതെന്നും ആവർത്തിച്ചു പറയുന്ന എന്നെ നസീറിൻ്റെ ഒപ്പമുള്ള യാത്രയിൽ എല്ലാവരും തികച്ചും ഡിസിപ്ലിൻഡായി മാറും എന്നത് എൻ്റെ അനുഭവമാണ്. വിശ്രമിക്കാനായി യാത്ര എപ്പോൾ നിർത്തിയാലും താഴെയിരുന്ന് ഷൂസ് അഴിച്ചു വെച്ച് കാലുകൾ സ്ട്രെച്ച് ചെയ്ത് വിശ്രമിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്ന സ്നേഹശാസന വന്നപ്പോൾ അവിടെ ഒന്ന് ചുറ്റി നടക്കാൻ ഒരുമ്പെട്ട എല്ലാവരും ഉടനെ തന്നെ റെസ്റ്റ് മൂഡിലായി. നാസറിനോട് യാത്ര പറഞ്ഞിറങ്ങിയ ഞങ്ങൾ ആദ്യം കണ്ടത് അല്പം താഴ്ന്ന നിരപ്പിലുള്ള ഒരു കുടിലാണ്. അത് പുൽത്തൈലം വാറ്റുന്ന ഒരു പുരയായിരുന്നു. ഇതൊക്കെ ചെറിയ കുപ്പിയിലാക്കിയ ഫോമിൽ ഖാദിയുടെ കടയിലും പിന്നെ ഏതെങ്കിലും എക്സിബിഷനിലും മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആ കുടിലും പരിസരവുമാകെ തൈലത്തിൻ്റെ സുഖകരമായ ഗന്ധം ചൂഴ്ന്നു നിന്നിരുന്നു. രാവിലത്തെ തൈലം വാറ്റിലൊക്കെ കഴിഞ്ഞിരുന്നുവെങ്കിലും ഒരുക്കുപടികളും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന വിശദീകരണവും ഒക്കെ കേട്ട് തൃപ്തരായി മടക്കി യാത്രയിൽ കൊണ്ടുപോകാനുള്ള തൈലവും ബുക്ക് ചെയ്താണ് ഞങ്ങൾ യാത്ര തുടർന്നത്. വനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു എന്നത് ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. ഞങ്ങളുടെ വരവറിഞ്ഞ കിളികൾ പല ഫ്രീക്വൻസികളിൽ വിവിധ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ഉൾക്കാട്ടിലേക്കുള്ള മുന്നറിയിപ്പാണത് എന്ന് കാടിനകവും പുറവും അറിയാവുന്ന നസീർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വനം എന്നത് മരങ്ങളുടെ കൂട്ടമാണ് എന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു കാട്ടിൽ പോവുക തന്നെ വേണം. ഞങ്ങൾ പോയത് ഉള്ളാത്തിയുടെ ഞങ്ങൾ പോയ ഭാഗം അത്ര ഡെൻസ് ഫോറസ്റ്റ് അല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരു സൗമ്യമായ തലോടലായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വനാന്തർ ഭാഗത്തേക്ക് പ്രവേശിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഗൗരവ മൂഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നസീറിൽ കാണാനിടയായി. ആരുടെയോ ശബ്ദം അല്പമൊന്ന് കേട്ട നിമിഷം തിരിഞ്ഞു നിന്ന നസീർ പറഞ്ഞത്, നിങ്ങളുടെ ആരുടെയും ബാഗിലില്ലാത്ത ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്, ഒരു സ്റ്റാപ്ലർ. ഇനി ആരെങ്കിലും സംസാരിച്ചാൽ എനിക്കത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങോട്ടേക്ക് ഇനി കാടാണ്. നമ്മൾ കണ്ണും കാതും തുറന്നും വായ അടച്ചുമാണ് നടക്കേണ്ടത്. കാട്ടിനുള്ളിലെ താമസക്കാരെ കാണുന്നതിലുപരി കാടിനെ അറിയുക എന്നതായിരുന്നു ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ലക്ഷ്യം. കണ്ടതൊക്കെയും കൗതുകമായിരുന്നു. വഴിയരികിൽ ചിലയിടത്തായി കണ്ട കടുവയുടെയും ആനയുടെയും വിസർജ്യങ്ങൾ അവയുടെ സാന്നിധ്യം ഞങ്ങളെ അറിയിച്ചു. സൂക്ഷ്മത എന്നത് കാട്ടിൽ ഏറ്റവും ആവശ്യം വേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരവസരവും ഉണ്ടായി. ഒരപ്രതീക്ഷിത നിമിഷത്തിൽ മുന്നിൽ നടന്നിരുന്ന നസീർ തിരിഞ്ഞ് ഞങ്ങളോട് ഫ്രീസ് ആംഗ്യം കാണിച്ചിട്ട് മെല്ലെ മുൻപിലായി കണ്ട പൊന്തക്കാട്ടിലേക്ക് കടന്നു. അത് കടന്നാലേ ഞങ്ങൾക്ക് മുന്നിലേക്ക് പോകാനാവൂ. ആകാംക്ഷയുടെ മുഴുമുനിൽ നിന്നപ്പോൾ തൊട്ടടുത്ത് നിന്നയാൾ ശബ്ദമടക്കി ചോദിച്ചത് തികച്ചും ന്യായമായൊരു സംശയം തന്നെയായിരുന്നു. അതൊരു മൃഗമാണെങ്കിൽ നമ്മൾ ഓടണ്ടേ? എന്തെങ്കിലും മറുപടി പറയും മുൻപേ തന്നെ നസീറിൻ്റെ തലവട്ടം കണ്ടു കയറിപ്പോരൂ എന്ന സിഗ്നലും. പിന്നീടാണ് മനസ്സിലായത് ആ പാതയിൽ
കരടിയുടെ പുതിയ കാഷ്ടം കിടന്നിരുന്നതിനാൽ തന്നെ ആ പൊന്തയിൽ കരടിയുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയായിരുന്നു. ആദ്യ വരവല്ലേ, പേടിപ്പിക്കേണ്ട എന്നോർത്താവാം ഞങ്ങളുടെ മുന്നിലേക്ക് ആരും പ്രത്യക്ഷപ്പെടാതിരുന്നത്. കരടിയുടെയും പുള്ളിപ്പുലിയുടെയും തുടങ്ങി കാട്ടിലെ കേമന്മാരുടെ മാത്രമല്ല, മ്ലാവ്, മുള്ളൻ പന്നി, മുയൽ തുടങ്ങി നിരവധി മൃഗങ്ങളുടെ ജീവന ലക്ഷണങ്ങളുമായാണ് കാട് ഞങ്ങളെ കാത്തിരുന്നത്. ഒക്കെ കാണാനും മനസ്സിലാക്കാനും നല്ലൊരവസരമായിരുന്നു ആ യാത്ര. പ്രകൃതിക്ക് അതിൻ്റെ ഓരോ ജീവനോടുമുള്ള കരുതൽ തികച്ചും ചിന്തനീയമാണ്. ഓരോന്നിനും വേണ്ടതായ എല്ലാം കാട് കരുതി വയ്ക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ചില കാഴ്ചകൾ ഞാൻ കാണുകയുണ്ടായി. കാട്ടിൽ ഒരു വൃക്ഷം പോലും നിലം പൊത്തി മണ്ണോട് മണ്ണായാൽ ജീർണിച്ച് എത്രയോ പുഴുക്കൾക്കും പ്രാണികൾക്കും ആഹാരമായി തീരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 15 പേരുടെ സംഘം ചെങ്കൂത്തായ കയറ്റത്തിൻ്റെ ഭൂമികയും വരണ്ട കാലാവസ്ഥയും ചിലരെയെങ്കിലും വളരെ വേഗം അവശരാക്കി. കയറ്റങ്ങളിൽ വായിൽ കൂടെ ശ്വാസമെടുക്കാൻ ശ്രമിക്കരുത് എന്ന നിർദ്ദേശം കഴിയുന്നത്ര പ്രായോഗികമാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ്. മുന്നോട്ടുള്ള ഓരോ ചുവടിലും ചുറ്റിപ്പിടിക്കാനായുന്ന മുൾച്ചെടികളും ആവർത്തിച്ച് കണ്ട കരടിയുടെ കാൽപാദങ്ങളും ഞങ്ങളെ പേടിപ്പിക്കുകയോ മടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കള്ളിമുൾച്ചെടികൾ പരന്നു കിടന്നിരുന്ന ഒരു പ്രദേശത്ത് നിലത്ത് പലയിടങ്ങളിലും ചിതറിക്കിടന്നിരുന്ന മുള്ളൻ പന്നിയുടെ കൂർത്ത മുള്ളുകൾ ഒരെണ്ണം ഒരു സൊവനീറായി കൈവശപ്പെടുത്തിയാലോ എന്നൊരു ചിന്ത പലർക്കും വന്നിരുന്നു. എങ്കിലും ആരും എടുക്കുകയുണ്ടായില്ല. പുള്ളിപ്പുലിയുടെയോ കടുവയുടെയോ ഒക്കെ വിശ്രമ കേന്ദ്രങ്ങളായ ചില പാറക്കെട്ടുകളും ചരിവുകളും ഒക്കെ ഞങ്ങൾ സഞ്ചരിക്കുന്ന കാടിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കി തന്നു. ഉള്ളാത്തിയിലെ ഉൾക്കാട്ടിൽ ഒരു തടാകക്കരയിൽ ഉയർന്ന ഒരു പാറക്കെട്ടിൽ കിടക്കുന്ന കടുവയുടെ ഒരു ചിത്രമുണ്ട്. എൻ എ നസീർ എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ അതിപ്രശസ്തമായൊരു ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കണ്ട് തൃപ്തരായ ഒപ്പം തന്നെ ആ ചിത്രത്തിൻ്റെ അഥവാ ആ പ്രശസ്തമായ സ്നാപ്പിൻ്റെ പുറകിലെ കഥയും ഞങ്ങൾ കേട്ടു. കാനന യാത്ര കഴിയാറായപ്പോഴേക്കും കാലുകൾ ക്ഷീണിച്ചു തുടങ്ങിയെങ്കിലും ഉത്സാഹഭരിതമായ മനസ്സ് ഇനിയും കയറണം, ഇനിയും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. സൈറ്റിങ്സ് ഒക്കെ ധാരാളമുണ്ട്, നേരിട്ട് കാണൽ ഇനി ഒരിക്കലാവാം എന്നൊരു പുഞ്ചിരിയോടെയായിരുന്നു ഉള്ളാത്തിയുടെ യാത്രയാക്കൽ. തിരികെ ഊട്ടിയുടെ വളവുകൾ ഇറങ്ങുമ്പോൾ നമ്മിലേക്ക് കൊളുത്തി വെച്ചൊരു പ്രകാശം ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത് സ്വയം അനുഭവിക്കാനായി. നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളെ കാണുന്ന എത്രയോ കണ്ണുകൾ കടന്നാണ് ഈ തിരിച്ചുവരവ് എന്നത് മാത്രമാണ് മടക്കയാത്രയിൽ മനസ്സിൽ വന്നത്. യാത്രകൾ പോകാത്ത ജീവിതം കെട്ടിക്കിടക്കുന്ന ജലം പോലെയാണ് എന്ന് പറയാറുണ്ട്. ഓരോ യാത്രയും ഓരോ തരത്തിൽ എല്ലാവരെയും റിഫ്രഷ് ചെയ്യുന്നു. മരക്കൂട്ടങ്ങൾക്കിടയിൽ മഴ പെയ്യുമ്പോൾ മഴ പെയ്തു തീർന്നാലും മരം പെയ്തുകൊണ്ടിരിക്കും എന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെയാണ് കഴിഞ്ഞുപോയ കാടനുഭവവും. യാത്ര കഴിഞ്ഞിട്ടും മനസ്സിൽ പെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും വരാനായി എന്നും ആ പുൽത്തൈലത്തിൻ്റെ സുഗന്ധവും വനത്തിനുള്ളിലെ കിളിയൊച്ചകളും അനുഭവിക്കാനായി എന്നും ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുമല്ലോ. കടുപ്പത്തിൽ ഒരു കഥ എന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരിലേക്ക് നിങ്ങൾ എത്തിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ബെല്ലൈക്കണുമായി ഒപ്പം കൂടുന്ന നിങ്ങളെല്ലാവരുമാണ് എൻ്റെ സപ്പോർട്ട്. ഇനി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.